ഇത്തരം നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ്. ഇതിപ്പോൾ ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. കുറച്ച് നേരത്തെ ഒരു അമ്മ ഒരു കുഞ്ഞിനുമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ഇരിക്കാൻ പറ്റാണ്ട് ഇഴുകി പോകുന്ന രീതിയിലാണ് നിർമ്മിച്ചത്. ഇതെന്തൊരു സീറ്റാണ് അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇത് എന്തൊരു സീറ്റാണെന്ന്. ശരിക്കും ഒരു സ്റ്റീൽ കമ്പി എടുത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് സീറ്റ് ആവുമോ? ഇതൊക്കെ ഇനി ഏത് കാലത്ത് മാറാൻ വേണ്ടിയാ അല്ലേ? അതൊക്കെ മാറും. ഉടൻ മാറുമോ? ഉടൻ മാറാനുള്ള വഴികളായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ CS തിലകൻ ചേട്ടൻ, അഥവാ കൊടുങ്ങല്ലൂരുകാരുടെ വക്കാലത്ത് നാരായണൻകുട്ടി. ഇപ്പൊ കൊടുങ്ങല്ലൂരുകാർക്ക് മാത്രമല്ല, കേരളത്തിനാകെ ഒരു വലിയ മാറ്റമാണ് തിലകൻ ചേട്ടൻ കാരണം ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ബസ് സ്റ്റോപ്പ്, അതായത് ഈ കമ്പി സീറ്റുകൾ കൊണ്ടുള്ള ബസ് സീറ്റുകൾ, ആ സീറ്റുകളെല്ലാം മാറ്റി ആളുകൾക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റുകൾ വരികയാണ്. ഉരുണ്ട പൈപ്പിൽ നമ്മളോട് ഒരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനം പറയുന്നത് നമ്മളെ ഒന്നുമല്ല കളിയാക്കുക, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയണ്ടേ ഒന്നുമല്ലാത്ത രീതിയിലാക്കുക എന്നുള്ളൊരു തോന്നലാണ് ആദ്യം എനിക്ക് തോന്നിയത്. ഈ മാറ്റം കൊണ്ടുവരാനായിട്ട് 1-2 മാസമല്ല തിലകൻ ചേട്ടൻ നടന്നത്, 2 വർഷമാണ്.